ബിലാത്തി പ്രേക്ഷകർക്ക് ചൂടുള്ള വാർത്തയിലേക്ക് സ്വാഗതം. നാടിന്റെ ഹൃദയത്തുടിപ്പറിയാൻ കാത്തിരിക്കുന്ന പ്രവാസികൾക്ക് ഇതാ ആദ്യം മനോരമയിലെ തലക്കെട്ടുകൾ പരിചയപ്പെടുത്താം. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയാണ് മനോരമയുടെ പ്രധാന തലക്കെട്ട്. നവംബർ 30 വരെയുള്ള AGയുടെ കണക്കാണ് പത്രം എടുത്തുകാട്ടുന്നത്. കേന്ദ്ര ഗ്രാന്റ് വെട്ടിക്കുറച്ച വസ്തുത വാർത്തയിൽ ഉൾപ്പെടുത്താൻ മനോരമ മനസ്സു കാണിച്ചതാണ് പ്രധാനം. കേന്ദ്രം ഫണ്ട് വെട്ടിക്കുറച്ചതിനുള്ള കാരണങ്ങൾ കണ്ടെത്തുന്നതിലും പത്രം തുറന്ന മനസ്സ് കാണിച്ചിട്ടുണ്ട്. 2026 ജനുവരി 24 മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുമെന്നും നഗരസഭയുടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുമെന്നും പത്രം പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള തുടക്കം കുറിക്കുകയും ചെയ്യുമെന്നും പത്രം കൂട്ടിച്ചേർക്കുന്നു. ബ്രിട്ടനിൽ ജോലിക്ക് പോവുകയായിരുന്ന 3 മലയാളി നഴ്സുമാർ ആക്രമിക്കപ്പെട്ട വാർത്തയ്ക്ക് മാതൃഭൂമി ഒന്നാം പേജിൽ പ്രാധാന്യം നൽകി. പത്തനംതിട്ട സ്വദേശികളായ 2 നഴ്സുമാരും കൊല്ലം പുനലൂർ സ്വദേശിയായ ഒരു നഴ്സുമാണ് ആക്രമിക്കപ്പെട്ടത്. ബസിൽ യാത്ര ചെയ്യുമ്പോൾ ഇന്ത്യക്കാർ എന്ന് ആക്രോശിച്ചെത്തിയ അക്രമി 3 നഴ്സുമാരെയും കത്തികൊണ്ട് ആക്രമിക്കാൻ ശ്രമിക്കുകയും ചവിട്ടി വീഴ്ത്തുകയുമായിരുന്നു. നെൽകർഷകരുടെ നഷ്ടവും മറ്റത്തൂരിലെ കോൺഗ്രസ് കാലുമാറ്റവും ഒന്നാം പേജിൽ നൽകിയ മാതൃഭൂമി വർദ്ധിച്ചുവരുന്ന റോഡ് അപകടങ്ങളെക്കുറിച്ചും ഉന്നാവ് ആരവല്ലി കേസുകൾ സുപ്രീംകോടതി പരിഗണിക്കുന്നതിനെക്കുറിച്ചും ഒന്നാം പേജിൽ ചേർത്തിട്ടുണ്ട്. സർക്കാരിനെ ഒന്നാകെ കൊഞ്ഞനം കുത്തുന്ന തലക്കെട്ടുമായാണ് കേരള കൗമുദി ഇന്ന് പുറത്തിറങ്ങിയത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കേറ്റ കനത്ത തിരിച്ചടിയാണ് ഈ പരിഹാസത്തിന് കാരണം. ആനുകൂല്യങ്ങൾ ഏശിയില്ലെന്നും മതവിഭാഗങ്ങൾ കൈവിട്ടെന്നും പറഞ്ഞ പത്രം കേന്ദ്രം കനിയാൻ മുഖ്യമന്ത്രി തെരുവിൽ നിരാഹാരത്തിനൊരുങ്ങുകയാണെന്നും ഒരു പടി കൂടി കടന്ന വാർത്ത നൽകി. ചരിത്രപ്രസിദ്ധമായ ശിവഗിരി തീർത്ഥാടനം നാളെ ആരംഭിക്കുമെന്ന കാര്യവും പത്രം ഒന്നാം പേജിൽ പറയുന്നുണ്ട്. മറ്റത്തൂരിലെ കോൺഗ്രസ് BJP അവിശുദ്ധ കൂട്ടുകെട്ടാണ് ദേശാഭിമാനിക്ക് പ്രധാന വാർത്ത. ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയെ കളിയാക്കാനും പത്രം മറന്നിട്ടില്ല. കൂടാതെ കോൺഗ്രസ് ഒറ്റച്ചാട്ടത്തിന് BJPയിലെത്തുന്ന പാർട്ടിയാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും പത്രം കാര്യമായി കൊടുത്തിട്ടുണ്ട്. ഇനി ഇംഗ്ലണ്ടിലെ പ്രധാന തലക്കെട്ടുകൾ നോക്കാം. യുക്രൈനിൽ സമാധാനം അരികത്തെത്തിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയ പ്രസ്താവനയ്ക്കാണ് ഗാർഡിയൻ പ്രാധാന്യം നൽകുന്നത്. സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ട്രംപിന്റെ പ്രസ്താവന. AI ഉപയോഗം NHS ആശുപത്രികൾ കാത്തിരിപ്പിന്റെ ദൈർഘ്യം അവസാനിപ്പിക്കുമെന്ന ശുഭവാർത്തയ്ക്കും ഗാർഡിയൻ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ശൈത്യകാലത്ത് അത്യാഹിത വിഭാഗങ്ങളിലെ കാത്തിരിപ്പ് ഒഴിവാക്കാൻ AI സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ആശുപത്രികൾക്ക് സഹായകമായെന്നും വാർത്തയിൽ പറയുന്നു. കെന്റിലെ വീട്ടിലുണ്ടായ തീപിടുത്തത്തിൽ ഒരു കുട്ടി മരിച്ച സംഭവം ഗാർഡിയൻ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. മറ്റ് 2 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും ഫയർ സർവീസിനെ ഉദ്ധരിച്ച് പത്രം പറയുന്നു. സൈനിസ്റ്റുകളും പോലീസുകാരും കൊല്ലപ്പെടേണ്ടവരാണെന്ന സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച ഈജിപ്ഷ്യൻ ജനാധിപത്യ പ്രവർത്തകൻ ഫത്താഹിന്റെ UK പൗരത്വം മരവിപ്പിക്കണമെന്ന MPമാരും രാഷ്ട്രീയ കക്ഷികളും ആവശ്യപ്പെട്ട വാർത്തയ്ക്കാണ് BBC ഊന്നൽ നൽകുന്നത്. ഫത്താഹ് തന്റെ ആദ്യകാല സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ഖേദം പ്രകടിപ്പിച്ചുവെന്ന കാര്യവും BBC ചൂണ്ടിക്കാണിക്കുന്നു. ഇംഗ്ലണ്ടിൽ ചെറുതും വലുതുമായ 300 ഭൂചലനങ്ങൾ 2025 റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി BBC പറയുന്നു. ജിയോളജിക്കൽ സർവേയുടെ കണക്കുകൾ ഉദ്ധരിച്ചാണ് BBC വാർത്ത നൽകിയിരിക്കുന്നത്. റിക്ടർ സ്കെയിലിൽ 3.7 മുതൽ 3.6 വരെ രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഇംഗ്ലണ്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഭവിച്ചതെന്നും BBC പറയുന്നു. കൂടുതൽ പത്രവിശേഷങ്ങൾ അറിയാൻ ചൂടുള്ള വാർത്ത ദിവസവും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കാനും മറക്കരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ബിലാത്തി വാർത്തകൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളും ഫോളോ ചെയ്യുക.